വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ബീഫ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 3 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് അളവിലെ കറുവാപ്പട്ടയും 4 ഗ്രാമ്പുവുമാണ്. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഏകദേശം ഒരു 15ഓളം ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറിക്ക് എപ്പോഴും ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സവാളയിൽ ഒരു 1.5 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ സവാള ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ബീഫിൻ്റെ അളവ് 400 ഗ്രാമാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു ചെറിയ അളവിലാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടൊരു ബീഫ് കറിയൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുക്കറിൽ തയ്യാറാക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഈ ഒരു അളവിലാണ്. നമ്മളിപ്പോൾ ഫസ്റ്റിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ, അടിക്കാൻ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വേണ്ട അടുത്ത കാര്യമാണ് ചെറിയ തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഈ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് പെരുംജീരകപ്പൊടിയാണ് വേണ്ടത്. അത് വന്നിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം ഒന്ന് ചൂടായി കിട്ടട്ടെ. ഫ്ലെയിം ഈ സമയം ഒന്ന് മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും, ഒരുപാട് ഫ്ലെയിം വെക്കരുത്. നമ്മൾ എപ്പോഴും ഇതുപോലുള്ള മീറ്റ് കറികൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ മസാലയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ബീഫ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഈ ബീഫിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഗ്രേവി എല്ലാം നമ്മുടെ ഈ ബീഫിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഗ്രേവി നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പാടില്ല. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ബീഫ് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരുപാട് വെള്ളം ചേർക്കാനേ പാടില്ല. വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ചെറിയ ചൂടുവെള്ളം വേണം നമ്മുടെ ഈ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തും അത്യാവശ്യം ഈ ഒരു കട്ടിക്കാണ് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബീഫിൽ നിന്നും കുറച്ചും കൂടി വെള്ളമൊക്കെ ഇറങ്ങും. ഇനി നമുക്ക് നമ്മുടെ ഈ ബീഫ് എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം.
സാധാരണ ബീഫ് വേകാനായിട്ട് ഓരോ കുക്കറിലും ഓരോ സമയമാണ്. നമ്മൾ വെക്കുന്നതനുസരിച്ച് നമുക്ക് അറിയാവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ കുക്കറിൽ ഏകദേശം ഒരു 6 മുതൽ 7 വിസിൽ വരെയാണ് വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ബീഫ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു 7 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി മാത്രമേ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ തന്നെ തുറന്ന് നോക്കരുത്. ഇല്ല, കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ എപ്പോഴും ബീഫ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. Premium Canadian and exotic produce delivered right to your door. It just makes life easier. Order now at theproduceguys.com. Our team of 450 plus expert pen testers, known as the Cobalt Core, delivers in-depth assessments to uncover complex vulnerabilities before they can be exploited. The Cobalt Offensive Security Platform centralizes access to your security services, simplifying vulnerability detection and remediation across your environments. Ready to go beyond pen testing with Cobalt? Request a full demo today. ഒരുപാട് ലൂസാക്കിയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. എപ്പോഴും ഇതുപോലെ ഇങ്ങനെ കുറുകിയിരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ടേസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടിയാണ്. നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് വറുത്ത് ചേർക്കുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടട്ടെ. വളരെ തിന്നായിട്ടാണ് ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലാണ് അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും ചെറിയ പീസാക്കി എടുക്കാം. പക്ഷേ തീരെ ചെറിയ പീസാക്കി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമുക്കിങ്ങനെ ബീഫ് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ തേങ്ങാക്കൊത്ത് വരുമ്പോഴത്തേക്കും അത് നമുക്ക് അത്ര ഇതായിട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും വലിപ്പത്തിന് തന്നെ അരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം കളറെല്ലാം ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഈ ബീഫ് കറിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന്. ഉറപ്പായിട്ട് ഇതിൻ്റെ രുചി അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. ബീഫ് കറി എന്തിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കണം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് ആരും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends. തട്ടുകട സ്റ്റൈല് ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം. അതാ ഇതുണ്ടോ, ഇതാ 3 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. തട്ടുകട സ്റ്റൈല് ബീഫ് കറി വെക്കാനാണ്. ഫ്രഷ് ബീഫാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുക. നല്ല മഴയാണ്. നല്ല മഴയത്താണ് ബീഫ് കറി വെക്കുന്നത്. ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു 4-5 വെള്ളത്തിൽ നല്ലപോലെ കഴുകണം. ഒഴി മോൻ ഒഴി, അച്ഛൻ പറയാം, പയ്യെ ഒഴി അങ്ങോട്ട്. ഒരു 5 വെള്ളത്തിൽ കഴിയിട്ടുണ്ട്. കഴുകി കണ്ണാപ്പയ്ക്കകത്തോട്ട് വാരുവാണ്. മതി.